ഹലോ, ഇത് എമിസെ ആയ ഇന്നത്തെ പ്രധാന വാർത്തകൾ. മധ്യപൂർവ്വദേശത്ത് സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ കുവൈത്ത് വൈദ്യുതി നിലയത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സംഭവം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയും ആകർഷിച്ചിട്ടുണ്ട്. പ്രതിസന്ധിക്കാലത്ത് ഇന്ധനം നൽകിയതിന് ശ്രീലങ്ക ഇന്ത്യക്ക് നന്ദി അറിയിച്ചു. ഈ നടപടി ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതായി കാണപ്പെടുന്നു. ഇതിനിടെ ആഗോള രാഷ്ട്രീയ സംഘർഷം ഉയരുന്നതിനിടെ ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകി. വേഗത്തിൽ ഒരു ധാരണയിലെത്തിയില്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞ നിലയിൽ തുടരുകയാണെങ്കിൽ ഇതുവരെ ആക്രമിക്കപ്പെടാത്ത വൈദ്യുതി നിലയങ്ങൾ, എണ്ണക്കിണറുകൾ, ഖാർഗ് ദ്വീപ് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി കടുത്ത ആക്രമണം നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ലെബനോണിൽ ഇറാൻ ആക്രമണാത്മക അധിനിവേശം നടത്തുകയാണെന്ന് ഇസ്രയേൽ ആരോപിച്ചു. ഇതോടെ ആ പ്രദേശത്തെ സുരക്ഷയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനൊപ്പം അമേരിക്കയുടെ വിമാനഗതാഗതം സ്പെയിൻ തന്റെ വ്യോമപരിധിയിൽ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് സുരക്ഷാ സൈനിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതായി കരുതപ്പെടുന്നു. രാജ്യം മാവോയിസ്റ്റ് ഭീഷണിയിൽ നിന്ന് മോചിതമായിരിക്കുകയാണ്. ചുവപ്പ് തീവ്രവാദത്തിന്റെ സ്വാധീനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പറഞ്ഞു. ഇത് ആഭ്യന്തര സുരക്ഷയിൽ പുരോഗതിയായി കണക്കാക്കപ്പെടുന്നു. ബീഹാറിൽ ബിജെപി നേതാവ് നിതിൻ നബിൻ നിയമസഭാംഗ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ ചലനം ശക്തമായി. റേഷൻ കടകളിലൂടെ വീണ്ടും മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് പൊതുജനങ്ങൾക്ക് ആശ്വാസകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാമനിർദ്ദേശം സമർപ്പിക്കൽ ഇന്നലെ ആരംഭിച്ചു. നാം തമിഴർ കക്ഷി കോർഡിനേറ്റർ സീമാൻ, നടൻ വിജയ്, മുഖ്യമന്ത്രി സ്റ്റാലിൻ തുടങ്ങിയ പ്രമുഖർ നാമനിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പുതുതായി രജിസ്റ്റർ ചെയ്ത വോട്ടർമാർക്ക് അവരുടെ വോട്ടർ ഐഡി കാർഡുകൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തമിഴ്നാട്ടിൽ അധികാരം നേടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 4 ചെന്നൈ സന്ദർശിക്കും. ബിജെപി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയും മൈലാപ്പൂരിൽ വലിയ റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഡിഎംകെയുടെ വിജയം ഉറപ്പാണ് എന്ന് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. അതിന് മറുപടിയായി നടൻ വിജയ് ഡിഎംകെ ഉടൻ അധികാരത്തിൽ നിന്ന് പിന്മാറും എന്ന് പ്രതികരിച്ചു. കൂടാതെ ഇത് രാജ്യമാണോ കാടാണോ? തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നും വിജയ് കടുത്ത വിമർശനം ഉന്നയിച്ചു. ഡിഎംകെ മന്ത്രി മനോ തങ്കരാജ് തമിഴകവെ കത്തിൽ നിന്ന് ടിക്കറ്റ് തേടിയെങ്കിലും അവിടെയും സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് നിരാശയോടെ മടങ്ങി. കന്യാകുമാരി ജില്ലയിലെ ജനങ്ങൾ ഇത് അദ്ദേഹം പദവി ദുരുപയോഗം ചെയ്തതിന്റെ ഫലമാണെന്ന് അഭിപ്രായപ്പെട്ടു. മഹാവീർ ജയന്തി അനുബന്ധിച്ച് ഇന്ന് തമിഴ്നാട്ടിലെ എല്ലാ റേഷൻ കടകളും അടച്ചിടുന്നതായി പ്രഖ്യാപിച്ചു. രാജ്യത്തെ നടുക്കിയ തൂത്തുക്കുടി പിതാവും മകനും ഉൾപ്പെട്ട കസ്റ്റഡി മരണക്കേസിൽ ശിക്ഷ സംബന്ധിച്ച വിധി ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് ഏപ്രിൽ 2 മാറ്റിവെച്ചു. ഈ കേസിൽ പൊതുജന ശ്രദ്ധ തുടരുന്നു. കന്യാകുമാരി ജില്ലയിലെ ഷാലോം ആശുപത്രിയുമായി ബന്ധപ്പെട്ട വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിവാദം ശക്തമായ ചർച്ചകൾക്ക് വഴി തെളിച്ചിട്ടുണ്ട്. തിരുവട്ടാർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തെക്കലയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് പാർത്ഥിബൻ പിന്നിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിയതായി പോലീസ് വൃത്തങ്ങളിൽ ആരോപണം ഉയർന്നിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. സംസ്ഥാനമോ കേന്ദ്രമോ അന്വേഷണ ഏജൻസികൾ ഇടപെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ സാഹചര്യം തുടർന്നാൽ സാത്താൻകുളം പോലൊരു ദാരുണ സംഭവം വീണ്ടും ഉണ്ടാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ജനങ്ങൾ സൗജന്യങ്ങളുടെ മയക്കത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാൻ പകലും രാത്രിയും പ്രവർത്തിക്കുന്നു. എനിക്ക് 2 മണിക്കൂർ മാത്രമാണ് വിശ്രമം ലഭിക്കുന്നത് എന്ന് നാം തമിഴർ കക്ഷി കോർഡിനേറ്റർ സീമാൻ പറഞ്ഞു. കേരളത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇത് ശരിയല്ല മുഖ്യമന്ത്രിയെ. അങ്ങനെയെങ്കിൽ എന്തിന് ഈ യോഗം നടത്തി എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കേരള തിരഞ്ഞെടുപ്പിനെ മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയാണോ, അത് പ്രതിപക്ഷങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഗമയ ബില്ലിനെ ചുറ്റിപ്പറ്റി വിവാദം തുടരുന്നു. നിയമം മേഖലയിൽ ധനന വിഷയത്തിൽ ആരുടെയെങ്കിലും വോട്ടുകൾ ആയാലും ഞങ്ങൾ സ്വീകരിക്കും എന്ന് മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞതിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനം ഉന്നയിച്ചു.
കേരളത്തിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവത്തിൽ ഒരു നാവിക ഉദ്യോഗസ്ഥൻ തന്റെ പ്രണയിനിയെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തി. സ്ത്രീകളാണ് സംസ്ഥാനത്തിന്റെ ഭാവി. കേരളത്തിൽ ഒരു വനിത മുഖ്യമന്ത്രിയാകണം എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഒരു ചടങ്ങിൽ നടൻ രജനീകാന്ത് പുതിയ പാചകക്കാരൻ തയ്യാറാക്കിയ ഭക്ഷണം കൂടുതലായി കഴിച്ചതിനെ തുടർന്ന് രക്തസമ്മർദ്ദം ഉയർന്നതായും അന്ന് ഒരു സുഹൃത്ത് സഹായിച്ചതായും പങ്കുവച്ചു. ഇവയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൂടുതൽ പുതുപുത്തൻ അപ്ഡേറ്റുകൾക്കായി എമിസെ അബയുമായി തുടർന്നും ബന്ധപ്പെട്ടു ഇരിക്കുക. നന്ദി. വിട.